ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഗ്ലോ അപ്പ് വിത്ത് സാൻഡി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 58 ആണ്. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് 57 ഹെയർ കെയർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതിലത്തെ ഒരു ഹെയർ കെയർ ഏതും നിങ്ങൾക്ക് ഹെയർ പാക്ക് അത് വർക്കൗട്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയർ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ചില റെമഡികൾ, അതായത് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം ഹെയർ സ്പ്രേ ആയിട്ട്. കഞ്ഞിവെള്ളത്തിൽ ആലോവേറ ജെല്ലൊക്കെ ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് സ്കാൽപ്പിൽ തടവിട്ട് ഒരു 20 മിനിറ്റ്സ് വിട്ടിട്ട് കഴുകി കളയാവുന്നതാണ്. അതൊരു റെമഡി. പിന്നെ അടുത്തത് പറയാനായിട്ടുള്ളത് വിറ്റമിൻ ഇ ക്യാപ്സ്യൂളും പിന്നെ കുറച്ച് ആവണക്കെണ്ണയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഓക്കെ, അത് കുറച്ച് നന്നായി മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഹോട്ട് ഓയിൽ മസാജ് പോലെ മസാജ് ചെയ്ത് കൊടുക്കുക, ഓക്കെ. അതൊരു റെമഡി. പിന്നെ ഇനിയൊന്ന് കറിവേപ്പിലയുടെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് കുടിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഹെയർ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ കറിവേപ്പില കുറച്ച്, പിന്നെ കുറച്ച് വേപ്പില, ഓക്കെ, വേപ്പില കുറച്ച്, പിന്നെ ഉലുവ, ഇത്രയും നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ വെള്ളം സെപ്പറേറ്റായി എടുത്തിട്ട് ഹെയർ സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലൂടെ നിങ്ങളുടെ മുടിയൊക്കെ നന്നായി മെല്ലെ വളരാൻ തുടങ്ങും. ഇതൊക്കെ ഒരു ഹെയർ കെയർ റെമഡി. പിന്നെ ഹെയർ കെയർ ചാലഞ്ച് കഴിഞ്ഞിട്ട് റെഗുലറായി വീക്ക്ലി വൺസ് നിങ്ങൾക്ക് ഹെയർ സ്പ്രേയിൽ ഹെയർ കെയർ റുട്ടീനിൽ ഹെയർ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്, ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ കെയർ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പപ്പായയും പിന്നെ കുറച്ച് തൈരും അതെടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യുന്നതാണ്, ഓക്കെ. ഞാൻ ഹെയർ കെയർ ഹെയർ പാക്ക് കാണിക്കാം, ഓക്കെ, വീഡിയോയിൽ, ഓക്കെ. അപ്പോൾ വീഡിയോയിൽ കടക്കാം നമുക്ക്. ഞാനിതിൽ കുറച്ച് പപ്പായ എടുത്തിട്ടുണ്ട്. എൻ്റെ ഹെയർ കെയർ ആയിട്ട് റെമഡിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഹെയർ ലെങ്ത്തിന് അനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ ഒരു 5-6 പീസുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് തൈരും കൂടി എടുത്തിട്ടുണ്ട്, ഓക്കെ. ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ട് വരാവേ. ഞാൻ പൾപ്പ് എടുത്തിട്ടുണ്ട്, ഹെയർ പാക്ക്. ഇത് നമുക്ക് സ്കാൽപ്പിലും എൻഡ്സിലൊക്കെ സ്പ്ലിറ്റ് എൻഡൊക്കെ എവിടെ ഉണ്ടോ അവിടെ തേച്ച് കൊടുക്കാം. നമുക്ക് ഹെയർ കെയർ റെമഡി, അതായത് ഹെയർ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കാൽപ്പിലും മുടിയിലും, ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജട കളയുന്നുണ്ട്, ഓക്കെ. ആദ്യം ഞാൻ മുടിയൊക്കെ എങ്ങനെ ചീകിയിട്ട് എങ്ങനെ ഹെയർ പാക്ക് ഇടുമ്പോൾ എങ്ങനെയൊക്കെ ഹെയർ കെയർ ചെയ്യണമെന്ന് കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസിൽ. ആദ്യം ഇതിൻ്റെ ചിക്കൊക്കെ എടുക്കാം മുടിയിലത്തെ. ഞാൻ ചീകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ മുടി. ഞാൻ വേറെ എടുത്തിട്ടുണ്ട് മുടിയുടെ. ഇത് പേസ്റ്റ് തലയിൽ പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ.
റെഗുലറായി തൈരും തേനും ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് സ്കാൽപ്പിൽ ഉപയോഗിക്കുമ്പോൾ, തൈരിൻ്റെ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ഡാൻഡ്രഫ് കുറയും, ഹെയർ ഫോളൊക്കെ കുറയും. പിന്നെ സ്പ്ലിറ്റ് എൻഡ്സും മെല്ലെ കുറഞ്ഞ് കിട്ടും കേട്ടോ. സ്പ്ലിറ്റ് എൻഡ്സൊക്കെ ട്രിം ചെയ്താലും നമുക്ക് റെഗുലറായിട്ട് സ്പ്ലിറ്റ് എൻഡ്സ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഹെയർ കെയർ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അതായത് ഫ്രിസി ഹെയർ ഉള്ളവർ എപ്പോഴും ഒരു ഹെയർ പാക്കൊക്കെ വീക്ക്ലി വൺസ് ഉപയോഗിക്കണം കേട്ടോ. ഇത് സ്പ്ലിറ്റ് എൻഡ്സ്, റഫ്നെസ്, ഡ്രൈനെസ് ഒക്കെ മുടിയുടെ കുറയാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ, അതായത് മന്ത്ലി ത്രൈസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സിൻ്റെ പ്രോബ്ലംസ് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ചെറിയൊരു മുടി കൊഴിച്ചിലുണ്ടാവും, പക്ഷെ കാര്യമാക്കണ്ട. പക്ഷെ റെഗുലറായി യൂസ് ചെയ്യുമ്പോൾ അത് എല്ലാം കുറഞ്ഞു വരുന്നതാണ്. ഇവിടെ നല്ല ഒരു നോയ്സി എൻവിറോൺമെൻറ്റാണ് കേട്ടോ. ഞാൻ നോയ്സ് ഇല്ലാണ്ടാണ് എടുക്കാൻ നോക്കുന്നത്, പക്ഷെ പറ്റാറില്ല. എനിക്ക് തിരക്ക് കാരണം കൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാനും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇച്ചിനെസ് ആകുമ്പോൾ, ഇച്ചി സ്കാൽപ്പുള്ളവർ നന്നായി മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിനെസ്, ഡ്രൈനെസ്, പിന്നെ താരൻ, മുടിക്കൊഴിച്ചിലൊക്കെ മാറി കിട്ടുന്നതാണ്. റെഗുലറായി ഞങ്ങളുടെ ഒരു ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുമ്പോൾ അത് റെഗുലറായി ഫോളോ ചെയ്യാൻ നോക്കണം. പിന്നെ വർക്കിംഗ് വുമനും കോളേജ് സ്റ്റുഡൻസൊക്കെ ആകുമ്പോൾ വീക്ക്ലി വൺസ് നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ആകുമ്പോൾ ഒക്കെ ടൈം എടുത്തിട്ട് വേണം നിങ്ങൾക്ക് ഹെയർ കെയർ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം. തലയൊട്ടിയിലും ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഐച്ചിനെസ് ഒന്ന് കുറയും. പപ്പായ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് കുറഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ ഹെയർ പാക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്ന് ബണ്ണായിട്ട് കെട്ടിക്കൊടുക്കാം. ഹെയർ കെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പാതി മുടിയിലത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഹെയർ കെയർ റെമഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഹെയർ ഫോൾ കുറയ്ക്കാനും പിന്നെ താരൻ മാറ്റാനും പിന്നെ ഒരു സ്പ്ലിറ്റ് എൻഡ്സ് എന്ന് പറയുന്ന പ്രശ്നത്തിനെയും ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണരുത്. അടുത്തുള്ള ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ, റിസൾട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹലോ, ഇപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. മുടി ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പപ്പായ പിന്നെ കേർഡിൻ്റെ. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ചെറുതായി ഞാൻ ഷാംപൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വേണമെങ്കിൽ മുടി ചീവി കാണിക്കാവേ. കുറച്ച് എൻ്റെ മുടി എന്ന് പറയുന്നത് ഈസിലി ടാങ്കിൾ പിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചീവി കാണിക്കാം. ഇതാ നോക്കൂ, ജസ്റ്റ് ഇങ്ങനെ.
നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരേ വാഷിൽ തന്നെ നല്ല സ്ട്രെയിറ്റും സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. മാനേജബിൾ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നല്ലൊരു ഹെയർ പാക്കാണിത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പറയാനുള്ളത്, ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ചാനലിൽ കാണുന്നത്. ഓക്കെ, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തന്നെ ആയിരിക്കും. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ഈ പഴയ വീഡിയോസൊക്കെ കണ്ടു നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.